ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് ഒരു നോവൽ തുടങ്ങി വെച്ച ഒരു ചെറിയൊരു ആശയം പിൽക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ ഫ്രാഞ്ചൈസികളിൽ ഒന്നായി മാറിയ കഥ. അതാണ് നമ്മുടെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. വെറും കുരങ്ങുകളെ പോരാട്ടമല്ല, ഇത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1963 മുതൽ 2024 വരെയുള്ള ഈ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള ഒരു ഫ്രാഞ്ചൈസിയുടെ മുഴുവൻ ചരിത്രത്തെക്കുറിച്ചാണ്. ഈ യാത്ര തുടങ്ങുന്നത് 1963-ലാണ്. ഫ്രഞ്ച് എഴുത്തുകാരനായ പിയറി ബൗളാണ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന നോവൽ പുറത്തിറക്കുന്നത്. മനുഷ്യൻ മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന കുരങ്ങുകൾ ലോകം ഭരിക്കുന്ന ഒരു വിചിത്ര ഗ്രഹത്തിന്റെ കഥ. വെറുമൊരു സയൻസ് ഫിക്ഷൻ എന്നതിലുപരി നമ്മുടെ സമൂഹത്തിന്റെ അധികാര വ്യവസ്ഥയെ പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ ഒരു പുസ്തകത്തിലുണ്ടായിരുന്നു. 1968 ഈ നോവൽ സിനിമയായപ്പോൾ അതൊരു വലിയ വിപ്ലവമായി. ചാൾട്ടൺ ഹെസ്റ്റൺ അഭിനയിച്ച ഈ സിനിമയുടെ അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്. മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടപ്പോൾ പ്രേക്ഷകർ ഞെട്ടിപ്പോയി. ഇത് മറ്റൊരു ഗ്രഹമല്ല, നമ്മൾ നശിപ്പിച്ച നമ്മുടെ സ്വന്തം ഭൂമി തന്നെയാണെന്ന് തിരിച്ചറിവ് ഇന്നും നമ്മുടെ ഈ സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നാണ്. തുടർന്ന് 5 വർഷത്തിനുള്ളിൽ 4 സിനിമകളാണ് പുറത്തിറങ്ങിയത്. ബിനീത്ത് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, എസ്കേപ്പ്, കോൺക്വസ്റ്റ്, പിന്നെ ബാറ്റിൽ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. ഈ സിനിമകളിലൂടെയാണ് നാം ടൈം ട്രാവൽ, കുരങ്ങുകളുടെ നേതാവായ ആദ്യത്തെ സീസർ എന്ന കഥാപാത്രത്തിൻ്റെ ഉദയമൊക്കെ നമ്മൾ കണ്ടത്. 2001 ടിം ബർട്ടൺ റീബൂട്ട് പരീക്ഷിച്ചെങ്കിലും പ്രേക്ഷകർ കാത്തിരുന്നത് മറ്റൊരു മാറ്റത്തിനായിരുന്നു. അങ്ങനെയാണ് 2011 എല്ലാം മാറിമറിഞ്ഞത്. റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എത്തിയതോടെ ഈ ഫ്രാഞ്ചൈസിയിലേക്ക് ഒരു പുതിയ പുനർജന്മം വന്നതുപോലെയായിരുന്നു. മോഷൻ ക്യാപ്ചർ ടെക്നോളജിയിൽ ആൻഡി സർക്കിസ് ജീവൻ നൽകിയ സീസർ വെറും ഒരു കുരങ്ങായിരുന്നില്ല, അവനൊരു വലിയ വിപ്ലവകാരിയായിരുന്നു. റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന ചിത്രത്തിൽ സീസർ ബുദ്ധിശക്തി നേടുന്നു. ഡോൺ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള ചിത്രത്തിൽ മനുഷ്യരും കുരങ്ങുകളും തമ്മിലുണ്ടാവുന്ന അധികാര തർക്കം. വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, സീസറിന്റെ വികാരഭരിതമായ അവസാന പോരാട്ടം. ഈ ട്രയോളജി സത്യത്തിൽ കുരങ്ങുകളുടെ കഥ മാത്രമല്ല, മറിച്ച് സ്നേഹം, പ്രതികാരം, നേതൃത്വം എന്നിവയുടെ മനുഷ്യസഹജമായ കഥയാണ്. കഥ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. 2024 പുറത്തിറങ്ങിയ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് നമ്മൾ കാണുന്നത് സീസറിന്റെ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകമാണ്. മനുഷ്യർ അറിവ് നഷ്ടപ്പെട്ട് കാട്ടുവാസികളെ പോലെ കഴിയുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. സീസറിന്റെ സമാധാനപരമായ ആശയങ്ങൾ പലരും മറന്നുപോയിരിക്കുന്നു. അധികാരം നേടാൻ പുതിയ കുരങ്ങ് രാജാക്കന്മാർ അവന്റെ പേര് തെറ്റായി ഉപയോഗിക്കുന്നു. സീസറിന്റെ പാരമ്പര്യം അങ്ങനെ നിലനിൽക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ കാതൽ. പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് നമ്മോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: മനുഷ്യനാക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ബുദ്ധിയാണോ അതോ കരുണയാണോ? ഇതിൻ്റെ ഉത്തരം ചിലപ്പോൾ നമ്മളെ തന്നെ ഭയപ്പെടുത്തിയേക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ആരാധകരാണോ അല്ലേ എന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം എന്തായാലും ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള നോവലും മൂവീസിനെയൊക്കെ പറ്റി കൂടുതൽ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.